ഇവർ ഉറപ്പിച്ച് പറയാണ് ഇവർ ഇനി വരില്ല. പാർട്ടിയുടെ ചിഹ്നം വരെ പോകും. ഇത് അടിസ്ഥാനം സ്ട്രോങ് ആണ്. അതുകൊണ്ട് CPM ഒരിക്കലും താഴോട്ട് പോകില്ല. ഒരു മാറ്റം വേണമല്ലോ. വേറെ വന്നാലും കുഴപ്പമില്ല. യാർ നല്ലത് ചെയ്യണം അവർ ആച്ചി അമ്മച്ചാൽ കൊള്ളാം. നമുക്കൊന്നുമില്ലെങ്കിൽ നല്ലൊരു ഭരണം കഴിച്ചു വെച്ചിട്ടുണ്ട്. വേറെ പാർട്ടി ജയിച്ചിരുന്നാലും നല്ല, പക്ഷെ നല്ല വൃത്തിയെ ഭരിക്കണം. അവരിപ്പോൾ കോർപ്പറേഷൻ മാത്രമേ ബാക്കി എല്ലാ സമയത്തും എല്ലായിടത്തും LDFന്റെ ഇതുണ്ട്. അങ്ങനെ തകർന്നടിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇനി മത്സരിക്കില്ലെന്നും പുതിയ മുഖങ്ങൾക്ക് അവസരം കൊടുക്കുമെന്നായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ CPM-നായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ ഇറങ്ങിയില്ലെങ്കിൽ തോൽവി ഉണ്ടാകുമെന്ന് CPM വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ എന്താണെന്ന് കേട്ടു നോക്കാം. ഒരു തോൽവിയെ പേടിച്ചായിരിക്കോ അവര് വീണ്ടും പിണറായി വിജയൻ ഇറക്കുന്നതെന്ന് തോന്നുന്നു? എല്ലാവരും മാനണല്ലോ, മൂന്നാം പ്രാവശ്യം പിണറായി സർക്കാർ തന്നെ തിരിച്ചു വരുമെന്ന്. അവരിപ്പോൾ കോർപ്പറേഷൻ മാത്രമേ ബാക്കി എല്ലാ സമയത്തും എല്ലായിടത്തും LDFന്റെ ഇതുണ്ട്. അങ്ങനെ തകർന്നടിച്ചിട്ടൊന്നുമില്ല. വീണ്ടും പിണറായി നോക്കിക്കഴിഞ്ഞാൽ 45 വർഷമായിട്ട് തുടർച്ചയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവരാണ് ഭരിച്ചത്. അപ്പൊ അത്രയും വർഷത്തിന് ശേഷം ഒരു തോൽവി എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ചെറിയ ഒരു കാറ്റടിച്ച് ഇനി വൻ കാറ്റ് നമ്മൾ അടിക്കും, LDF അടിക്കും. അപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏഷില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോ തദ്ദേശ ഇലക്ഷന് മുൻപ് വരെ പറഞ്ഞത് പിണറായി വിജയൻ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, പുതുമുഖങ്ങൾ വരട്ടെ എന്നാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ വീണ്ടും ഇറക്കുന്നതെന്ന് തോന്നുന്നു? അതിനെപ്പറ്റി രാഷ്ട്രീയക്കാരൻ നമുക്കറിയില്ല വലുതായിട്ട്. ഞാൻ ഒരു CIT തൊഴിലാളിയാണ്. അപ്പോൾ വലുതായിട്ട് എനിക്കറിയില്ല. ചിലപ്പം എന്നെ തന്നെ ആയിരിക്കാം. ക്യാപ്റ്റൻ തന്നെ തിരിച്ചു വന്നാലേ കളിയിൽ വിജയിക്കാൻ പറ്റുള്ളായിരിക്കും. അപ്പോൾ ആ ക്യാപ്റ്റനെ തിരിച്ചുകൊണ്ട് വരുന്നു. തോൽവിയെ ഭയന്നുകൊണ്ടുള്ള നീക്കമാണെന്ന് ഇതെന്ന് തോന്നുന്നുണ്ടോ? പിണറായി വിജയൻ ആയിരിക്കാമെന്നാണ് തോന്നുന്നത്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ CPM-ന് ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്കിളിന് എന്ത് തോന്നുന്നു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ല, എങ്കിലും അറിഞ്ഞെടുത്തോ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്കിളെ നമ്മളെ തദ്ദേശ ഇലക്ഷനിൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് 45 വർഷമായിട്ട് CPM ഭരണം തന്നെയായിരുന്നു. ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇത്തവണ അവരെ കൈയൊഴിയാൻ ഒരു റീസൺ? ഒരു മാറ്റം ഉണ്ടാവണം, അതായിരിക്കും. നമുക്കൊന്നും പറയാക്കില്ല മക്കളെ, എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. മക്കളായ ഞാൻ ജനങ്ങളല്ലേ വോട്ടിട്ടേക്കാൻ ജയിപ്പിക്കും. അവരെ മനസ്സിരിക്കുന്നത് അത് ആരെ ജയിപ്പിക്കണമെന്ന് തോൽപ്പിക്കണമെന്ന് അത് ഉണ്ടായില്ലെന്ന് അറിയാൻ പറ്റില്ല. വോട്ട് ഇലക്ഷനിൽ ജനങ്ങളാണ് വോട്ടിടുന്നത്. അപ്പോൾ അദ്ദേഹം ജയിച്ചാൽ അത് നല്ലതാണ്. വേറെ പാർട്ടി ജയിച്ചിരുന്നാലും നല്ല, പക്ഷെ നല്ല വൃത്തിയെ ഭരിക്കണം. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തെ പറ്റി എന്താ ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് പോണുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഈ വിലക്കയറ്റം, അഴിമതി അങ്ങനെയൊക്കെ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ പറയുന്നതല്ലേ. ജനങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുകയല്ലേ. നമുക്കത് എതിര് ചെയ്യാൻ പറ്റൂലല്ലോ. അവർ പറയുന്നതല്ലേ കേൾക്കുന്നത്. അവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, സത്യം അത് ജനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇത്തവണ BJP-ക്ക് സീറ്റ് ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ വിചാരിച്ച് അവർക്ക് വോട്ടിട്ട് കൊടുത്ത് എന്തുകൊണ്ടായിരിക്കും? അത് ഈ ഭരണത്തിൻ്റെ ഒരു ഇതായിരിക്കും. അതായത് ഭരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും നാട്ടുകാരെ ജനങ്ങളെ കാഴ്ചവെക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു തലമുറ വരാൻ വേണ്ടി അവർ കാത്തിരിക്കണേ. പിണറായി വിജയൻ ഇല്ലെങ്കിൽ CPM തോൽക്കുന്ന പേടി നേതാക്കന്മാർക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും അപ്പം വീണ്ടും ഒരു പിണറായി വിജയനെ ഇറക്കാൻ കാരണം? നമുക്കൊന്നുമില്ലെങ്കിൽ നല്ലൊരു ഭരണം കഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ അറിവിൽ. ഇപ്പം നമുക്കൊന്നുമില്ലെങ്കിൽ ആ ഭരണം നല്ലതായിട്ട് തന്നെ പോയിട്ടുള്ളത്. 10 വർഷത്തെ ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? ഒരു കുഴപ്പമില്ല. ഞങ്ങൾ നല്ലതായിട്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും രാത്രി കാലങ്ങൾ പുറത്തിറങ്ങാനും എടുക്കാനും എല്ലാത്തിനും അദ്ദേഹം നമ്മളെ കൂടെ നിൽക്കുന്നത് പോലെ ഉണ്ട്. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം 45 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്, തുടർച്ചയായിട്ട് ഭരിച്ചത് CPM ആണ്. എന്തുകൊണ്ടായിരിക്കും ഇത്തവണ ജനങ്ങൾ അവരെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ? എനിക്കൊരു എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ജനങ്ങൾ മാറി ചിന്തിക്കില്ലല്ലോ. ഓരോ ആരോപണങ്ങളായിരിക്കും. ആരോപണങ്ങളാണ്. ഈ ഉയരുന്ന ആരോപണങ്ങള് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരാൻ ചാൻസേ ഇല്ല. யார் வந்தாலும் மக்களுக்கு நல்லது செய்தால் குழப்பமில்ல. എങ്ങനെയുണ്ട് 10 വർഷത്തെ ഇടത് ഭരണം? എങ്ങനെയുണ്ട്? അല്ല, കുഴപ്പമില്ലാതെ പോകുന്നു. ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ, അതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? സത്യമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല.
സത്യം ഏതാണ് കാരണം ഏതാണ് പറയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്കറിയാം കടക്കെണിയിൽ നിന്ന് കടക്കെണിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പം ഈ തുടർഭരണം തന്നെ താങ്കൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ പറയുന്ന വലിയ ആட்சி വേറെ വന്നാലും കുഴപ്പമില്ല. യാർ നല്ലത് ചെയ്യണം അവർ ആட்சி അമ്മച്ചാൽ കൊള്ളാം. അങ്ങനെ നമുക്കിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 45 വർഷമായിട്ട് ഭരിച്ചത് CPM ആണ്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്തവണ അവരെ കൈയൊഴിയാൻ കാരണം? പല കാരണം കാണാം. പിണറായി വിജയൻ ഇനി ഇറങ്ങിയില്ലെങ്കിൽ തോൽക്കുമെന്നൊരു പേടി CPM-ന് ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെയുണ്ട് 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ഭരണം? എങ്ങനെയുണ്ട്? അത്ര തൃപ്തികരമല്ലല്ലോ. പൊതുവെയുള്ള അഭിപ്രായം അങ്ങനെയാണല്ലോ. എൻ്റെ അഭിപ്രായം തൃപ്തികരമല്ല. അല്ല. അവര് തന്നെ ഇനി വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ വേണമെന്ന് ആഗ്രഹിക്കുമോ? മാറി തന്നെ അതെ, ഒരു മാറ്റം വേണമല്ലോ. ഒരു മാറ്റം വേണം. നമ്മളെ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 45 വർഷം കണ്ടിന്യൂസ് ഭരണം CPM-നായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ അവരെ കൈയൊഴിഞ്ഞത്? ഇപ്രാവശ്യം കൈയൊഴിഞ്ഞത് തൃപ്തികരമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പിന്നല്ലാതെ എല്ലായിടത്തും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. നിയമസഭാ ഇലക്ഷനിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. പിണറായി വിജയൻ ഇറങ്ങിയില്ലെങ്കിൽ CPM തോൽക്കുമെന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കോ? അല്ല, അങ്ങനെയല്ല. CPM പുതിയ പാർട്ടി അല്ലല്ലോ. അതൊക്കെ അത് അടിസ്ഥാനം സ്ട്രോങ് ആണ്. അതുകൊണ്ട് CPM ഒരിക്കലും താഴോട്ട് പോവില്ല. അത് ഇത് ഒരു വ്യക്തിയുടെ വോട്ടാണ്. ഇത് BJPക്ക് കിട്ടിയ വോട്ടല്ല, താമരയ്ക്ക് കിട്ടിയ വോട്ടല്ല. ഇത് CPM ഇത് ഒരു വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ്. നിയമസഭ ഇലക്ഷൻ വരാൻ സമയത്ത് ഇത് LDF തന്നെ വരും, വീണ്ടും ഭരണം വരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ വരുമെന്നാണ്. കിട്ടാതെ പോകും. എന്താ അത്ര ഉറപ്പിച്ച് പറയാം. ഇവരെ തമ്മിൽ അടി കൊണ്ട് ഇവര് ഉറപ്പിച്ച് പറയാണ് ഇവർ ഇനി വരില്ല. പാർട്ടിയുടെ ചിഹ്നം വരെ പോകും. അതിന് മാറ്റമൊന്നുമില്ല. എങ്ങനെയുണ്ട് 10 വർഷത്തെ ഭരണത്തെ? എന്താണ് പറഞ്ഞത് മക്കളെ? അവിടെ പാവപ്പെട്ടവർ തട്ട് വെച്ചോണ്ടിരുന്നത് അതുവരെ കോർപ്പറേഷനെ കൊണ്ട് എടുപ്പിച്ചു. പൊതുജനത്തിന് വേണ്ടി 10 ചക്രം കിട്ടുമെന്നും വേണ്ടാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത്. അതിനെ കോർപ്പറേഷനെ കൊണ്ട് എടുപ്പിച്ചു. അപ്പോൾ അത് ദ്രോഹം തന്നെയല്ലേ? പാവപ്പെട്ട സർക്കാർ ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യണത്. ഞങ്ങളിപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം എന്തുകൊണ്ടായിരിക്കും അവരുടെ കയ്യിൽ? ഇതുകൊണ്ട് തന്നെ പോയാ അവരെ ഭരണ ക്രമക്കേട് കൊണ്ട് തന്നെ പോയത്. ഇനി ഞങ്ങൾ പറയുന്ന പോലെ ഒരിക്കലും തിരിച്ചു വരില്ല. ഇവരെ പാർട്ടിയുടെ ചിഹ്നം വരെ പോകും. നല്ല